എപ്പോൾ വരും. പ്രൈസ് ദി ലോർഡ്. Hallelujah. ഒരിക്കൽ കൂടി നമ്മുടെ കരങ്ങളെ ഉയർത്തി ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. Hallelujah. Praise the Lord. സ്നേഹസമ്പന്നനായ കർത്താവിൻ്റെ വലിയ വിശ്വസ്തത ഹേതുവാൽ അരുമനാഥൻ്റെ പാദപീഠത്തെങ്കിലേക്ക് ഈ കർത്തൃദിനത്തിലും മഹാപരിശുദ്ധനെ ആരാധിപ്പാൻ കൃപാലുവായ ദൈവം കൂട്ടിവരുത്തുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. I thank and praise God for God, our merciful Father, enabled each one of us to come together one more time in this sanctuary. സന്നിധരായിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാന്യ കർത്തൃദാസൻ പാസ്റ്റർ സാം തോമസിനെ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരെ ഇപ്പോൾ നാട്ടിലായിരിക്കുന്നു എങ്കിലും നമ്മെ ഓർക്കുകയും പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യുന്നു. ഇന്ന് രാവിലെയും ദാസൻ വിളിച്ച് ക്ഷേമം തിരക്കുകയുണ്ടായി. We greet you all in the precious name of our Lord and Savior Jesus Christ, and also I am thankful for our pastor Sam K. Thomas, who is in Kerala. Today morning also he called and greeted all of you. നെക്സ്റ്റ് സൺഡേ രാവിലെ 7 o'clock താൻ ഇവിടെ ലാൻഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ദൈവമക്കളുടെ പ്രാർത്ഥനയെ ചോദിച്ചിട്ടുണ്ട്. He requested all of your prayers. If God willing, next Sunday morning, early morning, he'll arrive here. ഓൺലൈനിലൂടെ നമ്മെ വീക്ഷിക്കുന്നതായ സഹോദരി സഹോദരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവർ നമ്മോടൊപ്പം ആരാധനയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. We greet you, those who are attending through online, those who are attending our worship service, we greet you all. അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായി ഡ്യൂട്രോണമി ചാപ്റ്റർ 33 വേഴ്സ് 18 നമുക്കൊന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 33 അധ്യായം 18 വാക്യം. പ്രൈസ് ദി ലോർഡ്. സെബൂലൂനെ കുറിച്ച് അവൻ പറഞ്ഞത്, സെബൂലൂനെ നിന്റെ പ്രയാണത്തിലും ഇസ്സാഖാരെ നിന്റെ കൂടാരങ്ങളിലും സന്തോഷിക്കുക. Of Zebulun he said, rejoice Zebulun in your going forth, and Issachar in your tents. ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ മരണത്തിന് മുൻപേ ഇസ്രായേൽ മക്കളെ ഓരോ ഗോത്രങ്ങളെയും വിളിച്ച് ആ ഓരോ ഗോത്രപിതാക്കന്മാരോടുള്ള ദൈവിക സന്ദേശം മോശ അറിയിക്കുകയാണ്. Moses, the man of God, before his death, actually calling all the tribes of Israel, and he is delivering the blessings. നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് ഓരോരുത്തരായി എൻ്റെ അടുക്കൽ വരുവീനെന്ന് മോശ പറഞ്ഞ് ഓരോ ഗോത്രപിതാക്കന്മാരെയും മോശ അനുഗ്രഹിക്കുകയാണ്. Moses, the man of God, blessing each sons of Israel before his death. അങ്ങനെ ഈ മോശയുടെ അടുക്കിലേക്ക് വന്നതായ സെബൂലൂനോടും ഇസ്സാഖാരിനോടും പറഞ്ഞ വചനമാണ് നാം ഇവിടെ വായിച്ചത്. We heard the words which we just read. This is a promise or a blessing from Moses to those two kids of Jacob and Leah, Issachar and Zebulun. സെബൂലൂനെ കുറിച്ച് അവൻ പറഞ്ഞത്, സെബൂലൂനെ നീ നിന്റെ പ്രയാണത്തിലും. He is actually blessing Zebulun, rejoice in your going forth. ഇസ്സാഖാരെ നിന്റെ കൂടാരങ്ങളിലും സന്തോഷിക്കുക. And he is blessing Issachar, rejoice in your tents. ഈ വാക്യത്തിനകത്ത് രണ്ട് പേരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, സെബൂലൂനെ കുറിച്ചും ഇസ്സാഖാരിനെ കുറിച്ചും. We are reading and we are hearing about two tribes. The leaders are Zebulun and Issachar. അത് ഞാൻ ഇന്ന് ഇസ്സാഖാരിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനാണ് ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. I'm planning to concentrate more on Issachar today. ആരാണ് ഈ ഇസ്സാഖാർ? Who is this Issachar? യാക്കോബിന് ലേയിൽ ജനിച്ച 6 ആൺമക്കളിൽ 5-ാമനായിരുന്നു ഈ ഇസ്സാഖാർ. Who is this Issachar? Issachar is one of the sons of Jacob and Leah, who got 6 sons, and he is the 5th one. യാക്കോബിന് ലേയിൽ 6 ആൺമക്കൾ ജനിച്ചു. He got Jacob and Leah. That family got 6 sons. നിങ്ങളുടെ ഓർമ്മയൊന്ന് പുതുക്കേണ്ടത് ഞാൻ ഓർപ്പിക്കാം. ഒരുപക്ഷെ നിങ്ങൾ പലർക്കും അറിയാവുന്നതാണ്, എങ്കിലും ഞാനൊന്ന് ഓർപ്പിച്ചു കൊള്ളട്ടെ. രൂബൻ, ശിമെയോൻ, ലേവി. And I would like to remind those 6 sons' name. First 3 are Reuben, Simon, and Levi. യഹൂദ, ഇസ്സാഖാർ, സെബൂലൂൻ. And Judah, Issachar, and Zebulun. അതില്
അഞ്ചാമത്തെ ആളാണ് ഇസഹാർ. And the fifth son is Issachar. ഉൽപ്പത്തി പുസ്തകം 30-17-18 വാക്യങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. The book of Genesis chapter 30, we can see all these things. ഈ ഇസഹാറിനോട് മോശ തൻ്റെ മരണത്തിന് മുൻപേ അനുഗ്രഹിച്ചു കൊടുത്ത ഒരു വാചകം ഇവിടെ ഓർപ്പിക്കട്ടെ. Before the death of Moses, Moses was blessing Issachar, and I am going to tell that. ഇസഹാരേ, നീ നിന്റെ കൂടാരത്തിൽ സന്തോഷിക്കുക. Issachar, rejoice in your tents. ഇന്ന് അല്പസമയം ഞാൻ സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റ്, I am going to deliver, the subject is, നാം ഓരോരുത്തരും നമ്മുടെ കൂടാരത്തിൽ അഥവാ നമ്മുടെ വീട്ടിലെ സന്തോഷം. I am going to deliver today that the rejoice when we are at house or home. കഴിഞ്ഞ ദിവസം ദൈവദാസനിലൂടെ കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയെ കുറിച്ച് കേൾക്കുവാനിടയായി. The other day we heard about Lord was teaching his disciples how to pray. യോഹന്നാൻ തന്നെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാർ കർത്താവിനോട് ആവശ്യപ്പെട്ടു. Disciples asked Lord Jesus, as John taught his disciples, please teach us also how to pray. യാതൊരു മുഖവരെയും കൂടാതെ കർത്താവ് അവരെ പ്രാർത്ഥിക്കേണ്ടത് ഏവിധമാണ് എന്ന് പഠിപ്പിക്കുകയുണ്ടായി. Without any introduction, Lord Jesus took an initiative and taught the disciples how to pray. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ എന്നാണ് തുടക്കം. The beginning of Lord's prayer is, our Father who art in heaven. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥന തുടങ്ങുന്നു. എന്നിട്ട് നമ്പർ 1, നിന്റെ രാജ്യം വരണമേ. And he is beginning that prayer by titling our Father who art in heaven. And the first request he taught them to submit is, thy kingdom come. ഞങ്ങൾ പാർക്കുന്ന ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്റെ രാജ്യം വരണമേ എന്നല്ല എൻ്റെ അർത്ഥം. He didn't mention that the place where we are living, just let your name be hallowed. ഒന്നാമത് ദൈവരാജ്യം നമ്മളിൽ തന്നെ വരണം. First and foremost, thy kingdom should come in our own personal life. ഈ ദൈവരാജ്യം എന്നിട്ട് നമ്മുടെ ഭവനത്തിൽ വരണം. The kingdom of heaven should be represented or replicated in our family. അപ്പോഴാണ് നമുക്ക് കൂടാരത്തിൽ കുടുംബമായി സന്തോഷിക്കുവാൻ കഴിയുന്നത്. Then and then only we can be rejoiceful inside our tents or houses. കർത്താവേ, അവിടെ നടക്കുന്ന കോൺഫറൻസിൽ വലിയ സന്തോഷം ഉണ്ടാകണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. Usually we tend to pray, if there is a conference is up for, then we usually tend to pray, please have your presence on that conference. അവിടെ നടക്കുന്ന കൺവെൻഷനിൽ വലിയ സന്തോഷം ഉണ്ടാകണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. We usually submit our prayer, let all those who come to the conference be joyful. അതെല്ലാം വളരെ നല്ലതാണ്. എന്നാൽ അതിലുപരിയായി എന്റെ നിങ്ങളുടെ വീട്ടിൽ ഈ ആത്മസന്തോഷം വർദ്ധിക്കുവാനിടയായി തീരട്ടെ. Those all prayer requests are really good, but the important thing is, wherever we are residing inside our family, do we really rejoice? ദൈവരാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ആത്മസന്തോഷം എന്നുള്ളത്. The main and importance of the heavenly kingdom is the joy in the spirit. അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിൽ റോമയിലെ വിശ്വാസികളോട് പറയുന്നു, Apostle Paul was telling the believers in the land of Rome. റോമാലേഖനം 14-17-18 വാക്യങ്ങൾ. റോമൻസ്, The book of Romans chapter 14 verses 17 and 18, he was telling like this. നെക്സ്റ്റ് അടുത്ത വാക്യം. ആമേൻ. ദൈവരാജ്യം ഭക്ഷണമല്ല, ദൈവരാജ്യം പാനീയവുമല്ല, പിന്നെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. For the kingdom of God is not eating and drinking, but righteousness and peace and joy in the Holy Spirit. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുമുള്ള സന്തോഷം അങ്ങനെ ഏതോ യോഗത്തിൽ കോൺഫറൻസിൽ നടക്കട്ടെ എന്ന് മാത്രമല്ല, The righteousness, peace and joy, it should not happen only in certain distant places like a conference. എൻ്റെയും നിങ്ങളുടെയും കുടുംബത്തിൽ, എൻ്റെയും നിങ്ങളുടെയും വീട്ടിൽ, എൻ്റെയും നിങ്ങളുടെയും തലമുറയിൽ ഈ ദൈവരാജ്യം
സന്തോഷകരമായി തീരട്ടെ. It is not only it should happen in far distant places, but it should happen inside our family and also within our children. The righteousness and peace and joy should dwell. നമ്മുടെ ചൈതന്യത്തെ നിലനിർത്തുന്നതും നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്തുന്നതും നമ്മുടെ പ്രത്യാശയെ നിലനിർത്തുന്നതും നമ്മുടെ സമാധാനത്തെ നിലനിർത്തുന്നതും എൻ്റെ വീട്ടിലെ സന്തോഷമാണ്. The hope or the health and the peace of each one of us is maintained by the joy inside a family. നമ്മുടെ വീട്ടിൽ സന്തോഷമില്ലാതെ സഭയെ വന്ന് സന്തോഷിക്കാമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ wrong. If we are not experiencing the joy inside our dwelling places, it is very wrong to think that I can be joyful when I go to the temple. ഇന്ന് പലപ്പോഴും പല അനുഭവങ്ങൾ പലരിൽ നിന്ന് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോഴെല്ലാം തങ്ങളുടെ ഭവനത്തിലെ അസ്വസ്ഥത നിമിത്തം ഭർത്താവ് ഭാര്യയെ ഒന്നിച്ചൊക്കെയാ താമസിക്കുന്നതെങ്കിലും അങ്ങ് പലപ്പോഴും പലരും സഹിച്ച് ജീവിക്കുക. I am hearing a lot of incidents and lot of happenings currently around us. Many people, husband and wife, though they are living together, they are actually bearing each other and living without any happiness. ചിലരുടെ സമാധാനം എന്തെന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ ഭാര്യയോട് യാതൊരു പിണക്കവും ഇല്ല, ഭാര്യയ്ക്ക് എനിക്ക് എൻ്റെ ഭർത്താവിനോട് യാതൊരു പിണക്കവും ഇല്ല. ഇതിനാ പലപ്പോഴും പലരുടെയും സമാധാനം. Whenever I ask them or when I inquire about the peacefulness of their life, they said that I don't have any problem or any matter with my husband or wife. ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളുമായി പിണക്കമില്ലാതിരിക്കുന്നു എന്നതല്ല ദൈവരാജ്യത്തിന്റെ പ്രത്യേകത. The importance of the kingdom of God is not having any important issues between husband and family or amongst children. എത്രത്തോളം ആത്മാർത്ഥമായ ആന്തരികമായ സ്നേഹം ജീവിതാനുഭവത്തിൽ പ്രദർശിപ്പിക്കുവാനും പ്രകടിപ്പിക്കുവാനും ഹല്ലേലൂയ സന്തോഷിക്കുവാനും കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ദൈവം പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കുന്നത്. God is always looking after each one of our families, how deep our love towards each other and how deeply we are interacting with each other. തിരുവചനത്തിൽ ഒട്ടനവധി ഉദാഹരണങ്ങളും തെളിവുകളും ഇത് സംബന്ധിച്ചുണ്ട്. I can show you several examples throughout the scripture. ഇനി നീ വീട്ടിൽ സന്തോഷിക്കുക എന്ന് സന്തോഷിക്കാൻ നിനക്ക് അവസരം ഉണ്ടാകട്ടെ എന്ന് ഇസഹാറിനോട് മോശ പറയുന്നു. ഈ ഇസഹാർ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീർന്ന ഒന്ന് രണ്ട് സംഗതികൾ പറഞ്ഞതിന് ശേഷം നമുക്ക് ഈ വീട്ടിലെ സന്തോഷത്തിലേക്ക് മടങ്ങി വരാം. Moses actually blessing Issachar to be joyful in his tents, and I would like to show you the reason why Issachar is being blessed inside his family. ഇസഹാറേ, നിനക്ക് നിന്റെ വീട്ടിൽ നിന്റെ ഭാര്യയോട് കുഞ്ഞുങ്ങളോട് ഒപ്പം സന്തോഷിച്ച് സ്വർഗരാജ്യത്തിന് തുല്യമായ അവസ്ഥയിൽ സ്വർഗം സന്തോഷിക്കുന്ന അവസ്ഥയിൽ മാതൃകാപരമായ കുടുംബജീവിതം ചെയ്യുവാൻ തക്കവണ്ണം നിനക്ക് കഴിയും. അതിന് കാരണം ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. We can see the reason why he is blessing Issachar to be joyful inside his tents. We can see the reason. The book of Genesis chapter 49 verse 14. ഇസഹാക്ക് അസ്ഥിബലമുള്ള കഴുത, അവൻ തൊഴുത്തുകളുടെ മധ്യേ കിടക്കുന്നു. വിശ്രാമം നല്ലതെന്നും ദേശം ഇമ്പമുള്ളതെന്നും കണ്ട് അവൻ ചുമടിന് ചുമൽ കൊടുത്ത് ഊഴിയത്തിന് ദാസനായി തീർന്നു. Praise the Lord. Hallelujah. Issachar is a strong donkey lying down between the sheepfolds. When he saw that a resting place was good and that the land was pleasant, he bowed his shoulder to bear burdens and became a slave at forced labor. ഇസഹാർ അസ്ഥിബലമുള്ള കഴുത, അവൻ ചുമടിന് ചുമര് കൊടുത്തു, ഊഴിയത്തിന് ദാസനായി തീർന്നു. He bowed his shoulder to bear burdens and became a slave at forced labor. സ്തോത്രം. നമ്മൾ ആദ്യം വായിച്ച ഇസഹാറിനെ കുറിച്ചുള്ള ദൈവിക ആലോചന മോശയുടെ മരണത്തിന് മുമ്പ് മോശ അറിയിക്കുന്നതാണ്. എന്നാൽ ഇവിടെ യാക്കോബ് ഈ ഗോത്രങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ ഇസഹാറിനെ കുറിച്ച് യാക്കോബ് പറഞ്ഞിരിക്കുന്നതാണ് ഇവിടെ നമ്മൾ വായിച്ചത്.
We first read about Moses' prophecy related to Issachar, but here we are reading Israel, so Jacob's prophecy concerning his sons. ഇസഹാറേ, Especially നിന്റെ അസ്ഥിക്ക് ബലമുണ്ടാകട്ടെ. നിന്റെ ബലമുള്ള അസ്ഥിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ ഈ നിന്റെ ബലം ഉള്ള അസ്ഥി കൊണ്ട് നീ ചുമടിന് ചുമല് കൊടുക്കണം. he is saying that you are a strong donkey. Like a donkey, he bowed his shoulder and he is showing his shoulder to bear the burdens. ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്കും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കും വേണ്ടി ഒരു വിധത്തിലല്ലേ മറ്റൊരു വിധത്തിൽ ചുമടിന് ചുമല് കൊടുക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നുവെങ്കിൽ നാം അനുഗ്രഹിക്കപ്പെടും. We will really be blessed if we bear the pain of others or carrying on our shoulders, especially the kingdom matters. എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല. He is not debtor to anyone. അതുകൊണ്ട് തന്നെ വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയിക്കണമെന്നില്ല. That is the reason if we do some good works with our right hand, left hand should not be aware of it. ഞാനും നിങ്ങളും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവരാജ്യത്തിന് വിസ്തൃതിക്ക് വേണ്ടി എന്ത് ചെറിയ കാര്യം ചെയ്താലും സ്വർഗത്തിലെ ദൈവം തന്റെ സ്മരണയുടെ പുസ്തകത്തിൽ അത് എഴുതി അവർക്ക് പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. Whatever we do, even it will be a very little matter. If we are doing concerning God and His expansion of the kingdom, God is a faithful God and He will never forget it. ഞാൻ ചുമക്കുന്നത് ആരും കാണുന്നില്ലല്ലോ, ഞാൻ കഷ്ടപ്പെടുന്നത് ആരുടെ ദൃഷ്ടിയിൽ പെടുന്നില്ലല്ലോ, അവരാരും എനിക്ക് ഒരു പ്രതിഫലവും തരുന്നില്ലല്ലോ എന്ന് വിചാരിച്ചാരും സങ്കടപ്പെടേണ്ട. എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ലവേ അല്ല. If you are worrying in your heart that even though I am struggling and I was doing so many hard work, no one is there to appreciate me, no one is there to bear with me, but still God is a God who is a faithful God. റോമാലേഖനം 16 അധ്യായം അതിന്റെ 13 വാക്യത്തിൽ ഒരു പ്രശസ്തനും പ്രസിദ്ധനുമായ ഒരുവനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് എടുത്തു പറയുന്നുണ്ട്. Paul actually mentions a famous person in Romans chapter 16 verse 13. Praise the Lord. സ്തോത്രം. കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുക. A choice man in the Lord, Rufus, we can see here. രൂഫോസ് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് കർത്താവിൽ പ്രസിദ്ധനായത്? തൻ്റെ കുടുംബ മഹിമ കൊണ്ടല്ല, തൻ്റെ വിദ്യാഭ്യാസം കൊണ്ടല്ല, തൻ്റെ മറ്റ് ഭൗതിക സാഹചര്യം കൊണ്ടല്ല, തൻ്റെ സ്വാധീനം കൊണ്ടല്ല. രൂഫോസ് എങ്ങനെയാണ് കർത്താവിൽ പ്രസിദ്ധനായെന്ന് ഇവിടെ ഇരിക്കുന്ന നമുക്ക് അറിയാമെങ്കിലും ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കട്ടെ. Let me tell you how Rufus became so famous in the Lord. We all are aware, but I am going to remind you what is the reason Rufus became famous. മർക്കോസ് സുവിശേഷം 15 അധ്യായം അതിന്റെ 21 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് രൂഫോസ് പ്രസിദ്ധനാകാനുള്ള കാരണം. The book of Mark chapter 15 verse 21, we can see the reason why Rufus became famous. ഒന്ന് വായിക്കാവോ? അലക്സാണ്ടറിന്റെയും രൂഫോസിന്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശിമോനെ അവന്റെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചാക്കി. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കർത്താവിൻ്റെ പീഡന അവസ്ഥയിൽ പുറമല്ല ഉഴവുചാല് പോലെ കീറിയിരിക്കുന്നു. ആ അടി കൊണ്ട് കീറപ്പെട്ട പുറത്ത് ഭാരമേറെ ക്രൂശുമായി തലയോടിന് മന്ത് അർത്ഥമുള്ള ഗോൽഗോൽത്താലയായി കർത്താവ് നീങ്ങുക. Our Jesus was being mocked and he was carrying a heavy cross on his shoulders and he was burdening and he was walking through the way to be crucified. അപ്പോഴാണ് യാദൃച്ഛിക ഒരു പാവപ്പെട്ടവനായ ഒരു ദാസനായ ഒരു കണ്ണിനും ആദരിക്കപ്പെടാൻ കഴിവില്ലാത്ത ഒരു പാവപ്പെട്ട ഒരു എളിയ ദാസനായ ഈ കുറേനക്കാരനായ ശിമോൻ അതിലെ വരുന്നത്. At that time, Simon of Cyrene was passing through that area. He was not a famous person. ആ കുറേനക്കാരനായ ശിമോനോട് പറഞ്ഞു,
ഈ ക്രൂശിന്റെ ഭാരം താങ്ങുവാൻ പടയാളികൾ ആവശ്യപ്പെട്ടു. They pressed him, or they burdened him to bear that cross with Christ for that service. ഭാഗ്യവശാൽ കുറേനക്കാരനായ ശീമോന ഭാഗ്യം ലഭിച്ചു. വളരെ സന്തോഷത്തോടെ തന്നെ ഏൽപ്പിച്ച ദൗത്യം ഏറ്റെടുത്ത് ഈ ചുമടിന് ചുമട് കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. Simon of Cyrene, who gladly accepted that request, and he bore that cross for a while. അത് തന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. That actually is saw by God. അതുകൊണ്ട് തന്നെ തന്റെ തലമുറകളെ അനുഗ്രഹിക്കാൻ ദൈവം തീരുമാനിച്ചു. That is the main reason God decided to bless the sons of this Simon. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, തിരുവചനത്തിൽ ഒട്ടനവധി ഉദാഹരണങ്ങൾ അനുഭവമായ ചരിത്രമുണ്ട്. ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമ്മുടെ ചെറുവിരൽ അനക്കിയിട്ടുണ്ടെങ്കിൽ പ്രതിഫലം കിട്ടാതെ പോവുകയില്ല. There are several incidents we can see if we are truly and honestly and faithfully working for the expansion of the kingdom of God. Our God is a faithful Father who will never forget any of your least services. 1 രാജാക്കന്മാർ 2:26 ഇതിന് പറ്റിയ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. 1 Kings chapter 2 verse 26, we can see another best example for this. ശലോമോൻ രാജാവ് അത് വായിച്ച 2:26. 1 Kings chapter 2 verse 26. Abiathar. സ്തോത്രം. ശലോമോൻ രാജാവ് മരണയോഗ്യരായ 2 കുറ്റവാളികളെ പിടികൂടി. Solomon actually captured 2 prisoners, like Adoniah, 2 people he was capturing them. ഒരുവന്റെ പേര് അദോനിയാവ്, മറ്റൊരാളുടെ പേര് അബ്യാഥാർ പുരോഹിതൻ. Solomon captured Abiathar and Adoniah to give some punishment. ഈ കുറ്റവാളികളെ പിടികൂടി അബ്യാഥാർ പുരോഹിതനെ മുമ്പിൽ വെച്ച് അദോനിയാവിനെ ബെന്യാമിനെ വിളിച്ചു വരുത്തി അവന്റെ കഴുത്തറുത്ത് തല വേർപെടുത്തി ഈ അബ്യാഥാർ പുരോഹിതന് മുൻപിലൂടി ഈ അദോനിയാവിന്റെ രക്തം ഒഴുകുവാനിടയായി തീർന്നു. Adoniah was being executed in front of Abiathar, and his blood was flowing in front of Abiathar. അബ്യാഥാർ പുരോഹിത, നീ കണ്ടോ നിന്റെ കൂട്ടുകാരന്റെ രക്തം നിന്റെ മുമ്പിലൂടി ഒഴുകുന്നു, അവന്റെ തല എവിടെ കിടന്ന് ഇങ്ങനെ ഉരുളുന്നു, നിനക്കിത് കാണരുതോ എന്ന് ചോദിച്ചു. Solomon was asking Abiathar, you are seeing the persecution or the death penalty of this Adoniah. നീയും മരണയോഗ്യന, എന്നാൽ ഞാൻ നിന്നെ കൊല്ലുന്നില്ല. അതിന്റെ കാരണം എന്താ? എൻ്റെ അപ്പനോടുകൂടി നീ യഹോവയുടെ പെട്ടകം ചുമന്നവനാണെന്ന് എനിക്കറിയാം. He is saying that Abiathar, you are also deserving to die, but I will not put you to death at this time, because എൻ്റെ അപ്പനായ ദാവീദിന് മുൻപാകെ നീ യഹോവയുടെ പെട്ടകം ചുമന്നവനാണ്. Because you carried the ark of the Lord God before my father David. അതുകൊണ്ട് എൻ്റെ അപ്പൻ അനുഭവിച്ച സകല കഷ്ടങ്ങളിലും നീയും കൂടെ ഭാഗവാക്കാണ് എന്ന് എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. David, my father, told me that you were also afflicted in everything with which David was afflicted. That's the reason. അതുകൊണ്ട് ഞാൻ നിന്നെ കൊല്ലുന്നില്ല, നീ സന്തോഷത്തോടെ നിന്റെ ജന്മദേശമായ അനാഥോത്തിലേക്ക് പൊയ്ക്കോളാൻ പറഞ്ഞു. So Solomon dismissed Abiathar to go to Anathoth, his own country. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് ലഭിച്ച സന്തോഷത്തോടെ 2 കൈയും വീശി ജന്മദേശമായ അനാഥോത്തിലേക്ക് പോകുന്ന ആ അബ്യാഥാർ പുരോഹിതനെ ഞാൻ ഇങ്ങനെ മനസ്സുകൊണ്ട് കാണാറുണ്ട്. I usually think in my imagination the happiness and the free will, the freedom he got Abiathar before King Solomon. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് യഹോവയ്ക്കുള്ളതാകുന്നു എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. The word of God, scripture tells us that the removal of death punishment or the penalty is from God. അതുകൊണ്ട് ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കും അവസരോചിതമായി ചുമടിന് ചുമട് കൊടുക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കട്ടെ. So therefore let us all give some shoulder to the expansion of the kingdom of God. ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കാതെ വളരെ പെട്ടെന്ന്
നമ്മുടെ ആ ആദ്യത്തെ വിഷയത്തിലേക്ക് ഒന്ന് കടന്നു വരട്ടെ. Let me come back to the first promise. ഹല്ലേലൂയ. കുടുംബമായി സന്തോഷിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. God is planned each family to be joyful as a family. 118 സങ്കീർത്തനം 15 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. We are reading in the book of Psalm chapter 118:15. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട് ഉണ്ട് ഉണ്ട്. The sound of joyful shouting and salvation is in the tents of the righteous. കാരാഗ്രഹ പ്രമാണിയും കുടുംബവും സ്നാനമേറ്റു. The jailer and the family, they took baptism. അപ്പോസ്തലപ്രവൃത്തി 16:34 ഇങ്ങനെ വായിക്കുന്നു. ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് അവർ വീടടക്കം ആനന്ദിച്ചു. We are reading in the book of Acts, since they believed in God, jailer and his family rejoiced together. നമുക്ക് ആനന്ദിക്കുവാൻ പറ്റിയതൊന്നും ഈ കാണാൻ കഴിയുന്നില്ലല്ലോ, പിന്നെ എന്നാ കണ്ട് ആനന്ദിക്കാനും സന്തോഷിക്കാനാണെന്നാ പലരും തങ്ങളോട് തന്നെ കുറ്റപ്പെടുത്തുന്നത്. Many people are thinking that there is no reason for being joyful. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് പ്രാപിപ്പാൻ കഴിഞ്ഞ ആത്മരക്ഷ, നിത്യജീവൻ, ഇവയാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷിക്കാനുള്ള ഏറ്റവും വലിയ വിലപിടിപ്പായിട്ടുള്ള അനുഭവം. The most important thing or the most important reason why we need to be joyful all the time, because the greatest redemption or the salvation which we all are enjoying. അത് തന്നെയാണ് 30 സങ്കീർത്തനം 11 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. That is the exact same thing we are reading Psalm 30 verse 11. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എന്റെ രട്ടഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. You have turned for me my mourning into dancing. You have loosed my sackcloth and girded me with gladness. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ സന്തോഷിക്കുന്നവരായിരിക്കണം. Those who are being born again, they should be always joyful. അവർ പരസ്പരം കണ്ട് സന്തോഷം പങ്കുവെക്കണം. They need to have a fellowship and to greet each other with joy. 3 പതിറ്റാണ്ടിലധികം 37 വർഷം ലോക്കൽ സഭയിൽ ശുശ്രൂഷ വഹിക്കുവാൻ എനിക്ക് ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട്. I received a privilege to being a minister for almost 36 years, 3 decades. എന്നാൽ എൻ്റെ ഓർമ്മയിൽ മായാത്ത പല അനുഭവങ്ങളുണ്ട്. But I will never ever forget certain incidents throughout my career. വളരെ സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന നൂറുകണക്കിന് വിശ്വാസികളെ ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. I am still remembering a lot of families, they are always joyful. എന്നാൽ ഒരിക്കലും ചിരിക്കാത്ത ചില മുഖങ്ങളെ എൻ്റെ ഓർമ്മയിൽ നിന്ന് മായാതെ നിൽപ്പുണ്ട്. And also I remember certain faces, they will never ever smile. അവർക്ക് ചിരിക്കാൻ അറിയത്തില്ലേ എന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. I occasionally thought, don't they know how to laugh or smile? അത് പുരുഷന്മാർ മാത്രമല്ല, ചില സ്ത്രീകളും. Not only male, but also I saw some of females. അവരുടെ മുഖത്ത് സന്തോഷം കണ്ടിട്ടേ I never saw a happy or gladness in their face. ഞാൻ വളരെ രഹസ്യമായി ചിന്തിച്ചു, അവരുടെ വീട്ടിൽ സഭയിലൊക്കെ വന്ന് കഴിഞ്ഞാൽ ചിരിക്കുകയും സന്തോഷിക്കില്ല, വീട്ടിൽ സന്തോഷിക്കുന്നുണ്ടോ എന്ന് ഞാനിങ്ങനെ ഒരു അന്വേഷണം നടത്തി. I actually did a research. They are not smiling or having any kind of joy in their face. So I searched, do they really joyful in their houses? അപ്പോൾ അയൽവാസികൾ പോലും പറഞ്ഞു എപ്പോഴും കടുതൽ കുത്തിയ പോലെയാണ്. Then the neighbors also told me that they are always like that. എൻ്റെ പ്രിയപ്പെട്ടവരെ, പക്ഷേ കേസിയോൺ ഒരിക്കൽ പറഞ്ഞു 127 മസിൽ പേശികൾ ഒന്നിച്ച് പ്രവർത്തിച്ചാലേ ഇങ്ങനെ മസിൽ പിടിച്ച് കോപിച്ചിരിക്കാൻ കഴിയത്തുള്ളൂ. One time Pastor Casey John mentioned that approximately 127 muscles we need if we want to be very serious. എന്നാൽ വെറും 7 മസിൽസ് പ്രവർത്തിച്ചാൽ മതി ചിരിക്കാനും സന്തോഷിക്കാനും. But only 7 muscles are needed to smile or to laugh. നോക്കണേ, പലരും ഈ 127 മസിൽസിനെ ഒന്നിച്ച് പ്രവർത്തിപ്പിക്കുവാൻ ഇങ്ങനെ താല്പര്യപ്പെടുന്നു. But many people are trying to work out 127 muscles on the face. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒന്നിച്ച് കൂടിക്കണ്ട് ഹൃദയം തുറന്നങ്ങ് സന്തോഷിക്കണം. But our Lord Jesus, his intention and he is exhorting, be joyful, rejoice always. എൻ്റെ പ്രിയപ്പെട്ടവരെ,
സമയം തീർന്നിരിക്കുകയാണെങ്കിൽ ഒരു എക്സാമ്പിളോട് നീ പറഞ്ഞുകൊള്ളട്ടെ. ഈ ചാലക്കുടി ഭാഗത്ത് ഫിലോക്കാലിയ ചാരിറ്റി എന്ന് പറയുന്നതായ ഒരു ചാരിറ്റി സൊസൈറ്റി ഒരു മാതൃകാ ദമ്പതികൾ ആരംഭിക്കുകയും അവർ ഈ മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഇങ്ങനെ നടത്തുകയും, അയ്യോ അത് യൂട്യൂബിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഭാര്യയുടെ കർത്തവ്യങ്ങൾ, ഭർത്താവിൻ്റെ കർത്തവ്യങ്ങൾ, കുടുംബജീവിതത്തിൻ്റെ ഭദ്രത, കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഇടപെടൽ, ഇതൊക്കെ കേട്ടാറുണ്ടല്ലോ നമ്മുടെ സ്തോത്രം എത്ര സമയം വേണേലും കേട്ടിരിക്കും. അത്ര മധുരമുള്ള വാക്കുകളിൽ ഇവരിങ്ങനെ പറയുന്നത് കേൾക്കാൻ എനിക്ക് കഴിയും. I recently looking through the social media, and there is a thing happening in Chalakudi back home in Kerala. There is a family who are doing motivational speech. They were actually exhorting and binding a lot of broken families and how to behave to a husband, how to be a good wife, and how we can deal with our children. They usually advise, and they were acting like they were actually presenting as a trust to the society in Kerala. അവരൊരുപാട് ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നുണ്ടെന്നുള്ള സത്യമാണ്. ഏതാണ്ട് പാവപ്പെട്ടവർക്ക് 200 വീടുകളോളം വെച്ചു കൊടുത്തു. 30 വീടിന് പണി നടന്നുകൊണ്ടിരിക്കുന്നു. They were actually doing a lot of charitable works. Approximately 200 houses they built, and still 50 houses are being built, and they were doing a lot of charitable works. എന്നാൽ കഴിഞ്ഞ ദിവസം കേട്ടു, വിശ്വസിക്കാൻ സാധിച്ചില്ല, ഞാൻ വിശ്വസിച്ചുമില്ല. പിന്നീട് അവരെ കൊണ്ട് തന്നെ ഈ ചാനലുകാർ അവരുടെ വീട്ടിൽ ചെന്ന് പറയിപ്പിക്കുന്നു, 2 പേരും കൂടെ കൂട്ടയടിയൊക്കെ നടന്നു. Then I recently noticed through the social media, people actually went to the family, and those husband and family are broken apart. They were actually accusing each other, and they ended up in fighting. ആ പുള്ളിക്കാരത്തിയുടെ തലയിൽ ഒരു കെട്ടുമായിട്ട് ആശുപത്രി കിടക്കുന്നത് കണ്ടു. I saw a picture of that lady who was in the hospital with a broken forehead. എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് സമാധാന സന്ധിക്ക് ചെന്നത് അങ്ങേര് എൻ്റെ ചരവെടുത്ത് അടിച്ചെന്നാ പറയുന്നത്. And that lady was testifying that I went to my husband's house, and he actually hit with my heart thing, and I broke my toe. അദ്ദേഹം തിരിച്ചും പറയുന്നു. And the husband was accusing back the wife. എത്ര മാതൃകാപരമായി ജീവിതം നയിച്ച് സ്വർഗതുല്യമായ അവസ്ഥയിൽ മുന്നോട്ട് പോയ ഒരു കുടുംബം ആയിരുന്നു അവരുടെ കുടുംബം. Such a wonderful and heavenly, like they were showing in front of others that their family life was so well. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ. There is a verse that those who are feeling that we are standing, beware. ഈ പിശാച് ഭയങ്കര ശക്തിയുള്ള ഒരു വ്യക്തിയാണ്. Satan is strong. ദൈവം സർവശക്തനാണ്. But our God is an almighty and strongest God. ദൈവവുമായിട്ട് അത്ര അടുത്ത ബന്ധത്തിൽ നിലനിന്നില്ലെങ്കിൽ കുടുംബത്തിൽ സന്തോഷം, ദൈവവുമായിട്ട് അത്ര അടുത്ത ബന്ധത്തിൽ നിന്നെങ്കിൽ മാത്രമേ കുടുംബമായി സന്തോഷിക്കാൻ കഴിയത്തുള്ളൂ. We need to have a strong relationship with God vertically. Then only we can be joyful horizontally inside our family. ഒറ്റ വാക്യം കൊണ്ട് വായിച്ച് അവസാനിപ്പിക്കാം. ആവർത്തന പുസ്തകം 16:11 വായിക്കണം. മൈക്കുള്ളവർ വായിക്കണേ. Deuteronomy chapter 16 verse 11. That is the last verse of this sermon. ആവർത്തനം 16:11 വായിച്ചേ. Deuteronomy chapter 16 verse 11. നിന്റെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ ദാസനും ദാസിയും നിന്റെ പട്ടണങ്ങളിലുള്ള ലേവ്യനും നിന്റെ ഇടയിലുള്ള പരദേശിയും അനാഥനും വിധവയും നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ സന്തോഷിക്കണം. നിന്റെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത്. Amen. The God, Lord your God, wherever place He chose you to worship. നീയും നിന്റെ പുത്രനും, you and your son, പുത്രിയും ദാസനും, and your daughter and your male and female servants, ദാസിയും പട്ടണത്തിലുള്ള ലേവ്യനും, and the Levite who is in your town, നിന്റെ ഇടയിലുള്ള പരദേശിയും, and the stranger amongst you, അനാഥനും വിധവയും, and the orphan and the widow, നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ സന്തോഷിക്കണം. They all need to rejoice before the Lord your God.
എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ ഭൂമിയിലെ ഒരു സ്വർഗമായിരിക്കട്ടെ എൻ്റെയും നിങ്ങളുടെയും കുടുംബജീവിതവും ഭവനാന്തരീക്ഷവും. Let your family and your home be a heaven inside this while during our stay on this earth. നമ്മൾ തിയോളജിയുടെ വലിയ അങ്ങേ അറ്റത്തെ കാര്യമൊന്നും പഠിച്ചില്ലേലും We haven't learned deep theology today. പ്രാക്ടിക്കൽ ലൈഫിൽ സന്തോഷകരമായ ഒരവസ്ഥയിൽ ദൈവരാജ്യം വ്യക്തമായി ദർശിച്ചുകൊണ്ട് ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. Let our God show and provide His abundant mercy and grace to fulfill a successful life during our stay on this earth. ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ആദ്യം വായിച്ച കുറിവാക്യം മറക്കരുത്. ഇസഹാരേ, നീ നിന്റെ കൂടാരത്തിൽ സന്തോഷിക്കുക. Do not ever forget Issachar, the blessing on Issachar. Be joyful inside your tent. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Amen. Praise the Lord. Hallelujah. Hallelujah. Praise the Lord. തുടർന്ന്